മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഇനി കടപ്പാൻ കഴിയാത്ത ഭാരങ്ങൾ ആകുലതപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായമാണ്. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. യഹൂദയുടെ അവസാനത്തെ പ്രവാചകനായിട്ടാണ് ഹബക്കൂക്ക് പ്രവാചകനെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധിയും നീതിമാന്മാരുടെ കഷ്ടതയും കണ്ടപ്പോൾ ആസാഫിനെ പോലെ ചിന്താകുഴപ്പത്തിനും പരിഭ്രമത്തിനുമായ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് നമുക്ക് പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴൊക്കെ കാണുവാനായിട്ട് കഴിയും. അതിൽ ചോദ്യങ്ങൾ 1-ാമത്തെ ഭാഗത്തിൽ കർത്താവ് ദൈവത്തോട് ചോദിക്കുന്നു, 5 മുതൽ വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നു. അങ്ങനെ തങ്ങളുടെ കഷ്ടതയിൽ നിന്ന് യഹൂദയുടെ വിടുതലിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒത്തിരി വേദനയോടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. യഹൂദയുടെ പാപം കണ്ടുകൊണ്ട് യഹൂദയെ വിടുവിക്കുവാൻ, യഹൂദയെ രക്ഷിക്കുവാൻ ദൈവമേ നിനക്ക് കഴിയത്തില്ല, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്, നീ എന്താണ് പ്രവർത്തിക്കാതിരിക്കുന്നത്, ഈ ദുഷ്ട ജനത്തിന്റെ അകൃത്യത്തിൽ നിന്ന് നീ അവരെ എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രവാചകൻ ദൈവത്തോട് പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പ്രവാചകൻ അവരുടെ ദുഷ്ടതയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ, അല്ലെങ്കിൽ ദുഷ്ടതയിൽ നിന്ന് അവരെ നീക്കിക്കളയുവാൻ വേണ്ടിയാണ് പ്രവാചകൻ അവിടെ ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവം ഇത് എന്താ മൗനമായിരിക്കുന്നത്, എൻ്റെ വിഷയത്തിന് നടുവിൽ, എൻ്റെ ഭാരത്തിന് നടുവിൽ, എൻ്റെ രോഗത്തിന് നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമേ നീ എന്താ മിണ്ടാതിരിക്കുന്നത്, നീ എന്തേ കേൾക്കാതിരിക്കുന്നത്, നീ എന്തേ പ്രവർത്തിക്കാതിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചോദിക്കാറുണ്ട്. നാം ആശയക്കുഴപ്പത്തിലാകാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്. ദൈവമേ നീ ഇത് കാണുന്നില്ലേ, എൻ്റെ വേദന കാണുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന അതേ കാര്യം, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും, നീ എന്തേ കേൾക്കുന്നില്ല, നീ എന്തേ പ്രവർത്തിക്കുന്നില്ല? യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. താഴോട്ട് വായിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകനിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം അവരെ രക്ഷിക്കുന്ന വിധത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ജീവിതത്തിലെ ചില മേഖലകളിൽ നമുക്ക് തോന്നിപ്പോകും, ദൈവമേ നീ എന്തേ മറുപടി തരാത്തത്, നീ എന്തേ പ്രാർത്ഥന കേൾക്കാത്തത്? യെശയ്യാ പ്രവാചകൻ അത് ഊന്നി പറയുന്നുണ്ട്, കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെയും, ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിലെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ലേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലേ എന്ന് ആരെങ്കിലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവമക്കളെ, ഈ പ്രവചന ശബ്ദമായി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാതിരിപ്പാൻ തക്കണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അല്പം വൈകിയാലും നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിയെ, നമ്മുടെ നന്മയുടെ വിഷയത്തെ നമുക്കത് കാണുവാനായിട്ട് കഴിയും, നമ്മുടെ ഉത്തരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഇനി കടപ്പാൻ കഴിയാത്ത ഭാരങ്ങൾ ആകുലതപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കാം. ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അവന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കാം. അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മറുപടികളെ നാം വരും ദിനങ്ങളിൽ കാണുമെന്ന വലിയ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ജീവിച്ചു തീർക്കാം. നമുക്ക് വലിയ പ്രതീക്ഷയുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ നന്ദിയായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നമുക്ക് ജീവിച്ചു തീർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.